നീരജ അറസ്റ്റ് ചെയ്യുന്നെന്നും നീരജ നാട്ടിൽ നിന്ന് പോയെന്നും നീരജ ആത്മഹത്യ ചെയ്യാൻ പോകുന്നെന്നും നീരജയ്ക്കെതിരെ അമലരംഗത്തും എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന തമ്പ്ലൈൻ പോലെ ഞാൻ ഒന്ന് ജസ്റ്റ് മൂന്നാമത്തെ തമ്പ്ലൈനാണേ ഇട്ട് നോക്കിയതാണ് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ₹1 പോലും കിട്ടാതെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ അപ്പം ഈ ഒരു തമ്പ്ലൈൻ കണ്ടിട്ട് നീരജയ്ക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് വീഡിയോ കാണാൻ വന്നവരൊക്കെ അതങ്ങ് നടക്കട്ടെ. ഈ തമ്പ്ലൈൻ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ അഹങ്കാരമൊക്കെ വളരെ നല്ലതാണ്. അഹങ്കാരം, സ്വാർത്ഥത, ഇതെല്ലാം ചില വ്യക്തികൾക്ക് അവരുടെ ലൈഫിന് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പറഞ്ഞു വരുന്ന മറ്റാരെക്കുറിച്ചുമല്ല, നീരജ അമ്മൂസ് ഒരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന പല കാര്യങ്ങളും കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഞെട്ടി. അതിനു മുമ്പ് തുടക്കത്തിൽ നീരജ ഇത് കേൾക്കുവാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടാണ് പറയുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുള്ള ഒരു വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കമ്പനിയുടെ പേരും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്പനിക്കാർ എനിക്ക് വളരെ വലിയ ഗംഭീര ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഓഫർ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ്. ആ ഓഫർ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് ഞാൻ വന്നിരുന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതിന് മറ്റേ ലൂസിഫർ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, മോഹൻലാൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതെനിക്ക് പറയേണ്ടി വരും. സോ എല്ലാവരും എല്ലാം പച്ചയ്ക്ക് പൈസ എന്നുള്ള കാര്യം ന്യായീകരിച്ച് മെഴുകുന്നവരും സപ്പോർട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും നീരജയുടെ അടുത്ത് ഞാൻ പല സമയങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിനകത്ത് പെട്ടുപോയ ഒരാളായിരിക്കാം, അറിയാതെ. പക്ഷേ എന്നിട്ടും ഇത് വളരെ മോശമായിപ്പോയി. അതെന്താണെന്നുള്ളതല്ലേ കാണാം. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് മേടിച്ച BMW ലോസ്റ്റ് ആയി, ഡേ ഇൻ മൈ ലൈഫ് വിത്ത് BMW എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തിയുടെ നാട്ടുകാരെ പറ്റിച്ച പൈസ കൊണ്ട് BMW ലോസ്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ 11 മിനിറ്റിന് ശേഷമാണ് സംഭവം നടക്കുന്നത്. എന്താണെന്നുള്ളതല്ലേ നമുക്ക് കാണാം, കേൾക്കാം. എന്തായാലും സമ്മതിക്കണം കേട്ടോ, അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനകത്ത്. കൊണ്ടുള്ള കാറിന് ഇത് പറ്റില്ലോ എന്ന് അങ്ങനെ ആലോചിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ കാണാം. പക്ഷേ ആ ഒരു വിഷമം കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് കാറാകുമ്പോൾ തട്ടും മുട്ടും ഒരു മനുഷ്യനെയോ വേറൊരു വണ്ടിക്കോ അപകടം പറ്റില്ലല്ലോ എന്നാലോചിച്ചാണ് ഞാൻ സമാധാനപ്പെട്ടത്. പിന്നെ ഈ സമയങ്ങളിൽ നമ്മൾ മൂടും അത്ര ശരിയൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം, തമ്പ്ലൈൻ കണ്ടിട്ട് പലരും ഈ വീഡിയോ കുട്ടി നിർത്തി പാടു കുട്ടി, എങ്കിലല്ലേ സ്വരം നന്നാവുള്ളൂ എന്ന് പറയുന്നത് പോലെയല്ല. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, തമ്പ്ലൈൻ എന്നുള്ള സാധനമല്ല തമ്പ്നെയിൽ. എന്താണ് ഇന്ത്യൻ ഫുഡി നീരജ അമ്മൂസ് ഇന്ത്യൻ ഫുഡി എന്തോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് UK പോകുന്ന വ്യക്തികൾക്ക് അത്യാവശ്യം IELTS മറ്റത് മറിച്ച് കിടക്കുക, അത്യാവശ്യം ഭാഷാ പ്രാവീണ്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഇൻഫ്ലുവൻസർ എന്ന് സ്വയം പറയുകയും കണക്കിന് 300-ലധികം ഉള്ള ഒരാൾ എന്നുള്ള സ്വയം അവകാശപ്പെടുകയും, നമ്മുടെ ബാഹുബലിയിലുള്ള പറയുന്നതിനെക്കാട്ടിലപ്പുറം നമ്മുടെ ഇന്ത്യ രാജ്യം എന്നൊക്കെ പറയുന്നതിനപ്പുറമാണ് 300K. എനിവേ ആ ഒക്കെ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്കും എല്ലാവിധം കേയും കൂടട്ടെ, ഇനിയും കൂടി വരട്ടെ. അപ്പം അതെല്ലാം ഉള്ള ഒരാൾ ആദ്യം പ്രിലിമിനറി ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബേസിക്കാണ്, വളരെ ബേസിക്കാണ്. തമ്പ്ലൈൻ അല്ല തമ്പ്നെയിൽ. ഇനി ഞാൻ പറഞ്ഞു തരൂല, ഇനി പറഞ്ഞു തരൂല. എനിക്ക് പറയാൻ വയ്യ, എനിക്കിനി പറ്റൂല. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്? തമ്പ്ലൈൻ അല്ല കുട്ടി, തമ്പ്നെയിൽ. ഇത് ഇനി പറഞ്ഞ് ഞാൻ ഇനി തമ്പ്ലൈൻ എന്ന് പറയുന്നതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, വീഡിയോ ഇടും, പലരും ചെയ്യും. സോ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഓരോരുത്തരും ഓരോ വീഡിയോയിൽ ഇടുന്ന തമ്പ്ലൈൻ ഒക്കെ പറയുന്ന പോലെ അമ്മേറ്റടിച്ചു എഗെയിൻ തമ്പ്ലൈനാണ് കേട്ടോ. പിന്നെ നമ്മളൊക്കെ കാറിനടുത്ത് ദൂരെ കൊണ്ട് നിർത്തിയിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2 കിലോമീറ്ററിൻ്റെ അപ്പുറത്തുകൊണ്ട് ക്യാമറയും വെച്ചിട്ട് ഞാൻ കാറിൻ്റെ ചുറ്റും എൻ്റെ വീട്ടിന്, ഞാനിത് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത്, വേണ്ട, അത് വേണ്ട, അത് പറഞ്ഞ് കുറച്ചുകൂടെ ഇതായിപ്പോവും, ചിലപ്പോൾ ഇൻസൾട്ടായിപ്പോവും, വേണ്ട. ഈ കാർ കൊണ്ട് ദൂരെ നിർത്തിയിട്ട് അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങിയിട്ട് മേളിൽ സൂര്യൻ, താഴെ ഭൂമി, ഇടയ്ക്ക് ആകാശമൊക്കെ ഉണ്ട്, അങ്ങനെ മേളിൽ ഓക്കെ, അത് ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിലേക്ക് കഴിഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ആ ക്യാമറയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് ഇപ്പോഴും അങ്ങനെയാണ് എടുത്തേക്കുന്ന വീഡിയോ. ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ആർട്ടിഫിഷ്യാലിറ്റീസ് അല്ലേ വരിക, ഒറിജിനാലിറ്റി വരുമോ? എനിക്കറിയില്ല കേട്ടോ. ദർ ഇസ് നത്തിങ്. പോയെന്നും നീരജ ഡിപ്പോർട്ട് ചെയ്തെന്നും നീരജ അറസ്റ്റ് ചെയ്യുന്നെന്നും നീരജ നാട്ടിൽ നിന്ന് പോയെന്നും നീരജ ആത്മഹത്യ ചെയ്യാൻ പോകുന്നെന്നും നീരജയ്ക്കെതിരെ അമലരംഗത്തും എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന തമ്പ്ലൈൻ പോലെ ഞാൻ ഒന്ന് ജസ്റ്റ് മൂന്നാമത്തെ തമ്പ്ലൈനാണേ ഇട്ട് നോക്കിയതാണ് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ₹1 പോലും കിട്ടാതെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എന്ത് പറയാനെന്ന് ആലോചിച്ച് നോക്ക്. ₹1 പോലും കിട്ടാതെ എനിക്ക് മറ്റേ ആ കമ്പനിക്കാരന്മാർ ഓഫർ ചെയ്ത പൈസ വാങ്ങിച്ചിട്ട് ജാപം ചെയ്തിട്ട് ന്യായീകരിച്ച് മെഴുകിയിട്ട് പറയും, എന്തായാലും ഞാൻ വാങ്ങിച്ചു, അതുകൊണ്ട് എനിക്ക് അവർക്ക് പ്രത്യുപകാരം ചെയ്ത് കളയാന്നുള്ളത്. ഇതിനകത്ത് ഉപകാരം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തു, അതിന് ₹1 പോലും കിട്ടിയിട്ടില്ല. ₹1 പോലും കിട്ടാതെ എന്നുള്ള കാര്യം ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതെന്തോ എവിടെയൊക്കെ പോയിരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ കരയുന്നത്? ആ കരയുന്നതൊക്കെ ദൂരെ ക്യാമറ വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് എന്താ സംഭവം വരുന്നത്? ഞാനൊരു മരണ വീട്ടിൽ പോയി. ആ മരണ വീട്ടിലേക്ക് ഞാൻ പോയി നിൽക്കുന്നു.
അവിടെ ആ മരണ വീട്ടിൻ്റെ ആ ഒരു ശ്മശാന മൂകതയും വേദനിപ്പിക്കുന്ന അവരുടെ മാറത്തടിച്ചുള്ള കരച്ചിലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് വിഷമം വരുന്നു. വിഷമം വന്നിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ വിങ്ങിപ്പൊട്ടി ഞാനിങ്ങനെ തളർന്ന് അവശനായിട്ടൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ദൂരെ വന്ന് നിന്നിട്ട് എൻ്റെ ക്യാമറ അങ്ങ് എടുക്കുകയാണ്. അതായത് അത്രയും നേരം ഞാൻ അവിടെ ചെയ്ത കാര്യങ്ങളല്ല, ഞാൻ അവിടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒറിജിനലാവും? എങ്ങനെ ഒറിജിനലാവും? ഇത് ടോയ്ലറ്റൊന്നും അല്ലല്ലോ, ടോയ്ലറ്റിനകത്ത് നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അവസ്ഥയുണ്ടല്ലോ. ഈ പറയുന്നവർക്കും ഈ പ്രചരിപ്പിക്കുന്നവർക്കും ഈ വീഡിയോ ഇടുന്നവർക്കും കാണുന്നവർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ഈ വീഡിയോ ഇട്ട് എൻ്റെ പൊന്ന് നീരജ മൂസേ, ഈ വീഡിയോസ് ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞു. ഞാൻ ഇന്നാണ് ഇത് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോസ് ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ ഫീഡിലാക്കി കയറി വന്നത് ഞാൻ കാണുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങളെ ഈ പ്രചരിപ്പിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ നശിക്കണമെന്ന് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 19K വ്യൂസേ വരുവുള്ളൂ. 135K ഫോളോവേഴ്സുള്ള നിങ്ങൾക്ക് 19K ആൾക്കാർ മാത്രമേ വന്ന് കാണുള്ളൂ. നിങ്ങളുടെ നാശവും പതനവും കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികൾ അങ്ങ് ഞെട്ടിരിക്കുമ്പോഴാണല്ലോ. എങ്കിൽ പിന്നെ അവിടെ വ്യൂസ് അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 115 പേര് അതിനകത്ത് മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഈ ഒരു ഹാർട്ട് മൊമെൻറ്റിനെ ഞാനൊരു മനുഷ്യനെന്നുള്ള നിലയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് സഹതാപവും വിഷമവും ഒക്കെ ഉണ്ട്. വിഷമമല്ല, സഹതാപമുണ്ട്. പക്ഷെ നിങ്ങൾ അത് അർഹിക്കാത്ത രീതിയിലാണ് ഈ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആൾക്കാർ വിട്ടു പോകുമ്പോൾ വീണ്ടും വന്നിട്ട് തമ്പുരാൻ എൻ്റെ കരയിൽ ഞാൻ നശിച്ചു പോയി, ഞാൻ നാമാവശേഷമായി, ഞാൻ അവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് പോയി. നമ്മളിതൊക്കെ വിട്ടതാടേ, എന്നിട്ട് വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ട് വരുന്നത് എന്തിനാ? ഇത് കൊണ്ടുവരുമ്പോഴേക്കും നമ്മളെന്തിനാ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ പറയുന്നതിന് മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. എന്താ നീരജേ, ഇനിയെങ്കിലും തമ്പുരാൻ തെറ്റിച്ച് തമ്പുനൈൽ ഞാൻ പറയുന്നില്ല, എൻ്റെ കയ്യിൽ നിന്നും പോകും. ശേഷം നീരജയ്ക്ക് ഇതേ വീണ്ടും പറ്റി, നീരജയ്ക്ക് വീണ്ടും വണ്ടി ഇടിച്ചു, നീരജയുടെ അവസ്ഥ അതാണ്, നീരജ ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചു പോകുന്ന വരെ തമ്പ്ലൈനിട്ട് ഓരോരുത്തർ വീഡിയോ ഇറക്കും. സോ അതിലൊന്നും ഞാൻ എത്രാമത്തെ തമ്പ്ലൈനാണ്? ഈ കുട്ടി ഇതാ ഇപ്പോഴും വീണ്ടും കരയുന്നുണ്ട്. ഈ കരയുന്ന സമയത്ത് സെൽഫി ക്യാമറ ഓണാണ്. സെൽഫി ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇതിപ്പോൾ എൻ്റെ ക്യാമറ ആണെന്ന് വിചാരിക്കുക, ഞാൻ കരയാൻ പോകണം. എടേ, ക്യാമറ ഓണാക്കി വെച്ച് കരയുന്ന കരച്ചില്. പോലല്ല. ബിക്കോസ് എൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. വണ്ടി ഇടിച്ചിട്ട് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് അത് ജസ്റ്റ് ഒരു ചളുങ്ങലായതുകൊണ്ട് അതൊന്ന് ഒരു ദിവസം വർക്ക്ഷോപ്പിൽ കൊടുത്താൽ മാറും എന്നുള്ളൊരവസ്ഥയായിരുന്നു. വണ്ടി ഓടുന്ന കണ്ടീഷനാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കമ്പി ശ്രദ്ധിച്ചില്ല. പിന്നെ മാനസികാവസ്ഥ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് കയറി ഇടിച്ചപ്പോൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ചളുങ്ങിപ്പോയി. ആ ചളുങ്ങിപ്പോയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അങ്ങ് ടെൻഷനായിപ്പോയി. അതിൻ്റെ കണ്ണീരാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. വണ്ടി ഇടിച്ചു, വണ്ടി ഏതൊരു കമ്പിയിലേക്ക് പോയി ഇടിച്ചു. ആ അപകടം പറ്റുന്നതും ഒരാൾക്കൊരു വേദനാജനകമായിട്ട് സാഹചര്യം ഉണ്ടാകുന്ന രോഗം വരുന്നതും അങ്ങനെയുള്ള ഒരു മെൻ്റൽ കണ്ടീഷനൊക്കെ മോശമാകുന്നതിന് ഞാനൊരിക്കലും പരിഹസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ ശത്രുവാണെങ്കിൽ പോലും ഞാനത് ചെയ്യത്തില്ല. ഇവിടെ ഞാനല്ല ഇത് പറയുന്നത്. നിങ്ങൾ വണ്ടി ചളുങ്ങിയതിന് തൊട്ടിപ്പുറത്ത് വന്നിരുന്ന് കരയുന്ന സമയത്ത് ഇതും കൂടെ എടുത്ത് വെച്ചേക്കാം, ഈ കരച്ചിൽ നമുക്ക് അടുത്ത വീട്ടിൽ ആവശ്യം വരുമല്ലോ എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് ഇതുപോലുള്ള മൊമെൻറ്റിലൊക്കെ വണ്ടിയൊക്കെ പലയിടത്തും കൊണ്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം വെച്ചിട്ട് മെൻ്റലി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് മൊബൈൽ തപ്പാൻ പോകാറില്ല. മൊബൈൽ തപ്പിയിട്ട് അഥവാ വിളിക്കുന്നതിന് വർക്ക്ഷോപ്പുകാരനെ വിളിക്കും, അല്ല സുഹൃത്തുക്കളെ വിളിക്കും. ആ സമയത്ത് ക്യാമറ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാനത് അടുത്ത വീഡിയോ ആക്കി കളയാം. ഈ എന്നെ കാത്തിരുന്ന ആൾക്കാർക്കെല്ലാം ഇതാ കണ്ടില്ലേ, ഞാൻ കരഞ്ഞത് കണ്ടില്ലേ, അവരെ കാണിച്ചു കളയാമെന്ന് കരുതിക്കൊണ്ടിരിക്കത്തില്ല. എൻ്റെ പൊന്ന് നീരജേ, കുട്ടി എഡ്യൂക്കേറ്റഡ് അല്ലേ? ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? നിങ്ങളെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ആൾക്കാർക്ക് കുറെ പണിയില്ലേ? ഇതെന്തൊക്കെയാ? അല്ലാതെ വേറെ പ്രശ്നമൊന്നും കാണില്ല. വണ്ടി ഓടുന്ന കണ്ടീഷനായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്തു. അവരൊരു ദിവസത്തിനുള്ളിൽ ശരിയാക്കി തന്നു. അപ്പം പറഞ്ഞത് തമ്പ്ലൈൻ കാണുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നീരജ മരിച്ചൊന്നുമില്ല, വണ്ടി ജസ്റ്റ് ഇടിച്ചതേ ഉള്ളൂ. ഓരോരുത്തരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാണ്ട് ഇവർ ഈ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവരുടെ വണ്ടി BMW ചെന്ന് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ചെറുതായിട്ടൊന്ന് എവിടെ പോയി ചെറുതായിട്ട് ഇടിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നിങ്ങൾ വിചാരിക്കും പോലൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ നേരത്തെ ആൾക്കാരൊക്കെ അറിഞ്ഞ് കേരളത്തിൽ, ഇന്ത്യയിൽ ന്യൂസും മറ്റേ ഈ ഇൻ്റർനാഷണൽ ഫോബ്സ് മാസികയിലടക്കമൊക്കെ കവർ പേജിൽ വന്നെന്നുള്ള കാര്യത്തിലേക്കൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു സ്കാമിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എങ്ങനെയാണ്? ഇവരുടെ ഈ ചാനലിനകത്തൊന്ന് വീഡിയോ കൂടെയാണ് ഞാൻ അറിയുന്നത്. എനിക്ക് നീരജ അമ്മൂസിനെ അറിയത്തില്ല. 300K ഒക്കെ ശരി തന്നെ. ഓരോരുത്തരിടുന്ന തമ്പ്ലൈനും ഓരോരുത്തരിടുന്ന വീഡിയോസും കണ്ട് മനസ്സ് എനിക്ക് സത്യം പറയല്ലോ, ഞാൻ ഇനി അടുത്ത തമ്പ്ലൈൻ എൻ്റെ ഇന്നും പോയി. ഇതാ പറയുന്നത്, ചന്ദനം ചാരെ ചന്ദനം മണക്കും.
ഇത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, അവർ കാരണം നന്നാവുകയാണെങ്കിൽ അവരങ്ങ് നന്നായിക്കോട്ടെ എന്നേ. നമ്മളൊരു സൈഡിൽ കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിൽ എന്താ ഇപ്പോൾ പറയുക. ഓടുന്നൊരു മനുഷ്യനല്ലേ എല്ലാവരും പറയുന്ന പോലെ കല്ലെറിഞ്ഞ് വീഴ്ത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം വണ്ടി പെട്ടെന്ന് ഇടിച്ചപ്പം പെട്ടെന്നൊരു സങ്കടം തോന്നിയേ ഉള്ളൂ. അത് പിന്നീട് അങ്ങ് മാറി. പിന്നെ വണ്ടി ഇടിക്കുന്ന സമയത്തുള്ള മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു. അതുകൊണ്ടൊക്കെ ആവാം കഴിഞ്ഞ 3 വർഷമായിട്ടൊന്നും സംഭവിക്കാതെ ഇപ്പോൾ എൻ്റെ വണ്ടി ഇടിക്കാനുള്ള കാരണവും. അപ്പം ഈ ഒരു തംബ്ലെയിൻ കണ്ടിട്ട് നീരജയ്ക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് വീഡിയോ കാണാൻ വന്നവരൊക്കെ അതങ്ങ് നടക്കട്ടെ. ഈ തമ്പനയിൽ കണ്ടിട്ട് വന്നേക്കുന്നത് 19,000 പേരാണ്. അത് ഇവർ വിചാരിച്ച് നാട്ടുകാരെ പറ്റിച്ചുണ്ടായ പൈസയ്ക്ക് മേടിച്ച്, കാരണം നാട്ടുകാർ നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. നീരജയ്ക്ക് വേണം ഈ വീണ്ടും അത് റീച്ച് ആണെന്നുള്ള എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കുട്ടിക്ക് വേണ്ടത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. എവിടെ കൂടെ ഇങ്ങനെ ചീപ്പായിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇളക്കിയിട്ട് ആൾക്കാരെ മറന്നാലും ഞാൻ വിടത്തില്ല, ഞാൻ വീണ്ടും നിങ്ങളെ ഇളക്കിക്കൊണ്ട് വരും എന്നുള്ള രീതിയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നീരജ അമ്മൂസിൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോസ് അത് 16K വ്യൂസ്, അതിന് മുമ്പുള്ളത് 14K വ്യൂസ്, അതിന് മുമ്പുള്ള 103K വ്യൂസ്, അത് 1 മണിക്കൂറുള്ള വീഡിയോ. അതിന് മുമ്പ് 13, 12, 8, 92, 16, 25, 27 അങ്ങനെ പോകുന്നു. അതിനുശേഷം നീരജയുടെ എല്ലാ വീഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികളെല്ലാം കൂടെ ചേർന്ന് കണ്ടപ്പോൾ 19,000 വ്യൂസേ ആയിട്ടുള്ളൂ. അതെന്താ അങ്ങനെ? അപ്പം നീരജയുടെ കാര്യം നോക്കാനല്ല ആൾക്കാരുടെ പണി. നീരജ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് ഉണ്ടായിരുന്നു. സീരിയസ്ലി ആൻഡ് സിൻസിയർലി എനിക്കൊരിക്കലും നിങ്ങളെ ഒരു തരത്തിലും കളിയാക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഒരു താല്പര്യമില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പക്കാ ഒരു ഷോ ഓഫാണ്. നമ്മളൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരല്ല. അല്ലെങ്കിൽ ഇത് നിങ്ങളെക്കുറിച്ച് വിമർശിച്ച ആൾക്കാർ പോലും നിങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്ന് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. നിങ്ങളുടെ ആ നാട്ടിൽ നടക്കുന്ന പല ആൾക്കാരും ഉടായ്പകളാണെന്നുള്ളതും ഈ മറ്റേ സപ്പോർട്ട് ചെയ്ത് വന്ന ആൾക്കാരും പലരും വന്നിട്ട് ഇതിന് മുമ്പുള്ള ഈ വിസ സ്കാമിൻ്റെ വിസ പരിപാടികളൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെന്നുള്ള കഥകളൊക്കെ പിന്നീട് എൻ്റെ ഇൻബോക്സിനകത്ത് കിട്ടി. പിന്നെ അത് എടുത്ത് വെച്ച് വലിച്ച് കയറേണ്ടത് എഴുതിയിട്ട് വിട്ടതാണ്. എന്തിനാ നമ്മൾ വിട്ടപ്പോൾ വീണ്ടും നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് മേടിച്ച് BMW ലോസ്റ്റ് ആയി. ഡേ ഇൻ മൈ ലൈഫ് വിത്ത് BMW കാർ. ക്രായോ? എന്തുവാണ് BMW ക്രായോ? BMW ക്രാഷ്, സോറി. ഓക്കെ, സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ വളരെ സന്തോഷത്തോടെ നമ്മൾ ഇവിടുന്ന് പോയതാണ്. അവിടെ ചെന്നപ്പം മൺഡേ അവിടെ ക്ലോസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കാൻറ്റബറി പോകാൻ വേണ്ടിയിട്ട് കാൻറ്റബറി ക്ലോസ് ചെയ്യുന്നുണ്ടോ, കാൻറ്റബറി പോകുന്ന നേരത്ത് കാൻറ്റബറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് കാൻറ്റംബറി അറിയില്ല, എനിക്ക് സ്ഥലത്തിൻ്റെ പേരറിയില്ല. കാൻറ്റംബറി ആണോ പെറി ആണോ കാൻറ്റംപറി? സോറി, നമ്മുടെ നാട്ടിലെ ഭാഷയല്ലല്ലോ അവിടുത്തെ ഭാഷ. സോ നിങ്ങളുടെ നാട്ടിൽ അവിടുത്തെ ഭാഷയിൽ ചിലപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പറയുമ്പോഴേക്കും നാട്ടുകാർ കേൾക്കുമ്പോഴേക്കും അവർ വേറെ എന്തെങ്കിലും വിചാരിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ സാധനമല്ല. കാൻറ്റംപറി നമുക്കറിയാത്ത കാര്യത്തിൽ. ഓക്കെ, ഓക്കെ, തലയിൽ കുരുവിയും വെച്ചുകൊണ്ട് അദ്ദേഹം പോകുന്നു. നല്ല കാര്യം. ഇനി ഈ ഒരു അവസ്ഥയിൽ പറയാമോ എന്നറിയില്ല. കുട്ടി തമ്പരയിലല്ല ഞാൻ സാഡിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ടോ? നോട്ടട്ടോ. എനിക്ക് സീരിയസ്ലി പറയാം, നീരജയ്ക്ക് ഈ ഒരു കാര്യം പറഞ്ഞ് പഴകിയതായിരിക്കാം. മാറ്റണം കേട്ടോ. തമ്പലൈനല്ല, തമ്പനയിൽ. എന്നെയും തെറ്റിച്ചു. ഞാനിതിന് എങ്ങനെയൊക്കെ പറയുമെന്ന് അറിയത്തില്ല. ഗൈസ്, കാർ ഇടിച്ചാൽ ചളങ്ങിയേ ഉള്ളൂ. വ്യൂസ് കിട്ടാനുള്ള പരിപാടിയായിരുന്നു അമ്മു തമ്പനയിൽ ഇട്ടേക്കുന്ന ടൈം സേവ്ഡ്. ഇപ്പോൾ എല്ലാ ദിവസവും ഓഫും ട്രെയിനിങ്ങും ആണല്ലോ, പോരാത്തന്നെ ആനുവൽ ലീവും. ഒരു കമ്പനി കേട്ടിട്ട് കിട്ടുകയാണ്. അമ്മ വിഷമിക്കേണ്ട, നമുക്ക് റോൾസ് റോയ്സ് വാങ്ങാം. എല്ലാ വിട്ടികളെയും നമുക്ക് കബളിപ്പിക്കാം. നമ്മുടെ ലക്ഷ്യം 100 കോടിയാണ്. ആ വിട്ടികളെ അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങളുടെ ജോലി ശുദ്ധീകരിക്കുക. എല്ലാ ആശംസകളും. പട്ടി ഷോ സ്റ്റാർട്ട്സ് ഫ്രം 10. ഓക്കെ, ഇനി അത്രത്തോളൊന്നും പറയാൻ. ആക്ച്വലി ദിസ് ഈസ് അബ്സല്യൂട്ട്ലി എ ഷോ ഓഫ്. ഇതിൽ കൂടുതലൊന്നും എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. സൈക്കോളജി അറിയാവുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവും. ഇതെന്ന് വെച്ചാൽ അറ്റൻഷൻ സീക്കിംഗ് പരിപാടി മാത്രം. ആൾക്കാരിത് വിട്ടാലും ഈ പുള്ളിക്കാരത്തി ഇത് വിടത്തില്ല. എവിടെ കൂടെ ഇങ്ങനെ ചൊറിഞ്ഞ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നീരജ് ആമോസ് എന്നുള്ള പേരിങ്ങനെ നിലനിർത്തണം. അവർ വീഡിയോ ചെയ്യട്ടെ. അവരെന്തെല്ലാം വീഡിയോസ് ചെയ്യാം. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഷോർട്സ് ഇടുന്നുണ്ട്. അവർ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ വീട്ടുകാരോടുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ഫേസിൽ കറുത്ത മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതല്ലേ? നല്ല വീഡിയോസൊക്കെ പോരട്ടെ. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ലൈഫിൻ്റെ അകത്തുള്ള ഈ സോറോഫുൾ മൊമെൻറ്റും ഇതൊക്കെ ഈ സമയം കടന്നു പോകും. ഇതെല്ലാം നാട്ടുകാരെ അറിയിച്ചത് നിങ്ങൾ. ഇതിനകത്ത് ആൾക്കാരെ കൊണ്ട് പെടുത്തിയതിൻ്റെ അകത്ത് ഇടനിലക്കാരിയായത് നിങ്ങൾ. ഇത് കാരണം നഷ്ടപ്പെട്ട പൈസ പോയ ആൾക്കാരുടെ വേദനകളും മറ്റുള്ള കാര്യങ്ങളും കേൾക്കേണ്ടത് നിങ്ങൾ. അതിനെക്കുറിച്ച് അവസാനം എനിക്ക് പൈസ കിട്ടാത്തത് ഞാൻ ഇതെല്ലാം കേൾക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ. ഇതെല്ലാം പറയും നിങ്ങളാണ് സുഹൃത്തെ. അതല്ലാതെ ഇവിടെ ആൾക്കാർക്ക് ഇതൊന്നും എന്ന് വെച്ചാൽ ഇതൊരു 100K മേളിൽ ആ ഒരു വ്യൂസ് ഉള്ള വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാമായിരുന്നു നീരജ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത് നീരജ പറയുന്നത് ഒരു കാര്യമില്ല. നീരജയുടെ നാശം കണ്ടിട്ട് വേണം ഇവിടെ ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ. എന്തുവാണ് ഇത്? കാലം മാറിയെന്ന് അറിഞ്ഞില്ലേ? കാലമൊക്കെ മാറി.
ആൾക്കാർക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെ ഒന്നാമത് ഓണം ഇതൊക്കെ നടക്കുവാണ്. എനിവേ നീരജ, തമ്പലൈനല്ല തമ്പനൈൽ, തമ്പനൈൽ. പിന്നെ മറ്റേ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് എൻ്റെ അറിവില്ലായ്മയാണ്, അത് എനിക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിവേ അവിടെ നിങ്ങൾ പോയിട്ടുള്ള കമൻറ്റ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഷോ ഓഫ് തോന്നുന്നുണ്ടോ? ഒരു വെറുതെ ഒരു സംഭവം നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും വേദനിച്ചിരിക്കുന്ന സമയത്ത് ക്യാമറ എടുത്ത് പിടിച്ചിട്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഫൂട്ടേജ് ആക്കിയിട്ട് നെക്സ്റ്റ് നിങ്ങളെ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ദയവായി ഒന്ന് പറയുക. സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്ലീസ് 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 കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ഗൈസ്, ബൈ.